അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെ വിശേഷ? സുഖമല്ല എല്ലാവർക്കും? അൽഹംദുലില്ലാ നമുക്ക് സുഖം കേട്ടോ. നമ്മളിങ്ങനെ ചിന്തിക്കായിരുന്നേ, ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് സാലറിയുടെ ഡേറ്റ് ഉണ്ടല്ലോ, അന്ന് രാവിലെ ഉച്ചക്കൊക്കെ അറബി മെസ്സേജ് അയച്ചു. ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ മെസ്സേജ് അയച്ച് പറയും, ഹാന സാലറി സെൻഡ് ചെയ്തിട്ടുണ്ട് പറയും, ഓക്കെ എന്ന് പറയും. ഞാനപ്പോൾ അത് ആ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ എന്താട്ടും, ഇവിടെ കിച്ചണിൽ ജോലിയൊക്കെ ആണെങ്കിൽ അതൊക്കെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ മണ്ടും ഫോണെടുത്ത് നോക്കും. അപ്പോൾ ഓക്കെ അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വാട്സപ്പിൽ കുറേ വന്ന് കിടക്കണുണ്ടാവും, ഇട്ടോ, അയച്ചോ, തന്നോ, വിട്ടോ, എപ്പോഴാ, എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്താട്ടുന്നോ, അതവിടെ വെച്ച് തന്നെ അതിന് തീരുമാനമാക്കും. പിന്നെ നമുക്കൊന്നും ആലോചിച്ചാലല്ലോ, കാരണം പിന്നെ ബാലൻസ് നോക്കിയിട്ട് കാര്യമില്ല, ബാലൻസ് നോക്കാറില്ല പിന്നെ. അപ്പം അതവിടെ തീരുമാനമായി. ആ ഒരു സമയം കൊണ്ട് അത് തീരും. പക്ഷെ അത് കിട്ടണമെങ്കിൽ 30 മാസം രാവുമില്ല പകലുമില്ല എന്ന് പറഞ്ഞ മാതിരി ഒരു നേരം വെളുക്കുമ്പോൾ സുബയ്യാണ് കഴിഞ്ഞ് ഈ ചാവിയാണ് കൊടുത്താണ്ട് വിടുന്നൊരു യന്ത്രമാകും. പിന്നെ ഈ യന്ത്രം ഇങ്ങനെ വർക്ക് ചെയ്ത് നട്ടപ്പാതിര വരെ വർക്ക് ചെയ്യും. എന്നിട്ടും നമുക്കൊരു പ്രതീക്ഷ എന്താ, അങ്ങനത്തെ ആ ഒരു ദിവസം വരാനുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷ. ആ ദിവസം വരുന്നതിൻ്റെ തലേദിവസമൊക്കെ ഭയങ്കര ഹാപ്പിയൊക്കെ, ഹായ് നാളെ കിട്ടുമല്ലോ. പക്ഷെ കെട്ടിയാലോ അത് 3 ഗുളും കഴിഞ്ഞു. ഇതല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഡേറ്റും ഇല്ല. ഡേറ്റ് പിന്നെയും സാലറിൻ്റെ കാരണം കുറച്ചൊക്കെ ഡേറ്റ് നമുക്കൊരു മൈൻഡിൽ വെക്കും, പക്ഷെ ദിവസമൊന്നും അറിയില്ല. ഞാൻ അങ്ങോട്ട് അറബിച്ചോട് ചോദിച്ചു, ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിക്കും. അത് അറബിയിൽ പറഞ്ഞുതരും. ഞാൻ അപ്പോൾ ഞായർ കൂട്ടണോ തിങ്കൾ കൂട്ടണോ ചൊവ്വി കൂട്ടണോ ആകെ കൺഫ്യൂഷനാവും. ആ ശരിയെന്നും പറയാം, അത്ര തന്നെ. അങ്ങനെ ഞാൻ അങ്ങനെ പറയണേ, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തി പടച്ച് വിടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ താഴെ പടച്ചുകൊണ്ട് എന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കും അല്ലേ. വലിയവരെയും ഒന്നുമില്ലാത്തവരെയും കുറേ ആൾക്കാർ ശ്രദ്ധിക്കും. പക്ഷേ ഈ രണ്ടിലും കട്ടി നടുക്കുള്ള ഈ സംഭവം ഉണ്ടല്ലോ, വല്ലാത്തൊരു ഇടങ്ങാറാണ് അത് കേട്ടോ. കാരണം എന്താണെന്നോ, നമ്മളിങ്ങനെ നയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒന്നും ആവില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കാലിയായ അക്കൗണ്ടൊക്കെ ഒന്ന് നിറച്ചിടാന്നൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കയറിയ ആളാണ്. എന്നിട്ട് ഇപ്പം എന്തായി, നാട്ടിലാകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഓരോ പ്രവാസികൾ എന്ന് പറയണം ഇങ്ങനെയൊക്കെ തന്നെ ആൾക്കാരും മിക്കവാറുള്ള ആൾക്കാരും. പക്ഷേ നമ്മൾ പറയാനെന്താ, അവളെന്താ ഗൾഫിലല്ല, അവൾക്കെന്താ പ്രശ്നം, അവളോട് ചോദിക്കാം, അല്ലെങ്കിൽ അവളോട് പറയാം. പക്ഷെ ഇതൊക്കെ യഥാർത്ഥ അനുഭവം ഇങ്ങനെയല്ലേ. എൻ്റെ അനുഭവം ഞാൻ പറയും. ഞാൻ ഇപ്പോൾ 2 വർഷം ആവാനായി വന്നിട്ട്. എൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാരണം എന്താ, പിന്നെ അൽഹംദുലില്ലാ നമ്മൾക്ക് കുറച്ചെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം പണി ഉണ്ടാവും, ഒരു ദിവസം ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയ ലീവ് കൂടുതലാവും നാട്ടിൽ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമുക്കിനിപ്പോൾ ഒരു കടയിൽ പോവുകയാണെങ്കിൽ 4 ലീവ് ഓൾറെഡി ഒരു തരും, അതൊന്നും പോരാ. പിന്നെ തക്കാരത്തിനും കല്യാണത്തിനും മുടിയളിച്ചതിനൊക്കെ ആരാ പോവുക? അപ്പം ഇങ്ങോട്ട് വെട്ടിക്കുറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ അതെന്താ, വന്നാൽ കയറി പോണ വരെ ഒരു ലീവില്ല. നമ്മൾ നാട്ടിലൊക്കെയാണ് വല്ല ബോണസേലും കിട്ടും, ഇവിടെ അപ്പം അതും കിട്ടൂല. ഈ ലീവ് എടുക്കാത്ത ഏറ്റവും വലിയ വ്യക്തിയാക്കാരെ ഈ പ്രവാസികൾ അറിയണത്. പ്രവാസി കത്താമാൾ കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ ഓഫീസും കമ്പനിയൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റേതായ ലീവൊക്കെ കിട്ടും, ഞമ്മക്കതുമില്ല. നമ്മൾ ഇതിങ്ങനെ മെഷീന് ചൂടാക്കി ഇങ്ങനെ കൊണ്ടെടുക്കന്നെ. എന്തായാലും അക്കൗണ്ടും ഇല്ല, അക്കൗണ്ടും കാലി, നമ്മളും കാലി പറഞ്ഞ അവസ്ഥ ഇപ്പോൾ. പിന്നെ സംസാരമൊക്കെ ശരിക്കും ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മൈക്ക കൊണ്ടുവരാൻ മറന്നു, ആ എടുത്തൊക്കെ വെച്ചു കേട്ടോ. പിന്നെന്താണെന്നോ, വിമാനം പോയിച്ചിട്ട് മണ്ടി പോന്നു എയർപോർട്ടിലേക്ക്. അപ്പോൾ പിന്നെ മൈക്കൻ്റെയും ഒന്നിൻ്റെ ഓർമ്മ കിട്ടിയില്ല. ഇനിയിപ്പോൾ പോയാലും സ്വീപ്പല്ലേ വെച്ചിട്ട് മൈക്കെടുക്കാൻ മറന്നു മക്കളെ. അതുകൊണ്ട് കുറച്ചുകൂടി ക്ലിയറായിട്ട് സംസാരം കേട്ടിരുന്നു. ഇതിപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യട്ടെ, നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്.
അല്ലേ? അപ്പം എല്ലാവരും ഓരോരുത്തരുടെ അനുഭവം ഉണ്ടാവും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞു. നിങ്ങളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങോട്ട് കമൻറ്റിൽ ഇട്ടോളൂ. നമ്മളതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പരസ്പരം മുണ്ടിയും പറഞ്ഞിരിക്കേ കേട്ടോ. അപ്പം പോയാലോ? അപ്പം ഇത്രേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ടാറ്റാ.